മായ സത്യമായി ഞാൻ പറയുന്നതൊക്കെ. നമ്മുടെ ദാസിന് വേണ്ടി അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു. പക്ഷെ അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. സ്നേഹിച്ച പെൺകുട്ടിയെ എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന വേദന മായക്ക് മനസ്സിലാവില്ല. മായ ഒന്ന് ആലോചിച്ചേ, വിട്ടുപിരിയേണ്ടി വന്ന എനിക്കുണ്ടാകുന്ന വേദന മായക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ ഉണ്ണി ആ അവസരത്തിൽ ആള് മാറി കളിച്ചെങ്കിലും ലക്ഷ്യം തെറ്റി അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എനിക്കും ഇതൊക്കെ അറിയാം. അതെ, എനിക്കറിയാം, ദാസനറിയാം, ഉണ്ണിക്കും അറിയാം. മായ അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അയ്യേ, ഇത് മായ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എന്തിനാ ഉണ്ണി ആ വക്കച്ചനെ തടഞ്ഞ്? ഈപ്പച്ച മുതലാളിയെ വക്കച്ചൻ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അതോടെ എല്ലാം തീരുമായിരുന്നില്ലേ? അതോടെ എല്ലാം തീരും. അതാ കുഴപ്പം. എന്ത് കുഴപ്പം? പറയാം. ഞാൻ ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. മായ അതറിയണം. എപ്പോഴായാലും അറിയണ്ടല്ലേ. മായ, നമ്മുടെ ഈപ്പച്ച മുതലാളി. ഈപ്പച്ച മുതലാളി? പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ഈപ്പച്ച മുതലാളി. ഈപ്പച്ച മുതലാളി? അത് പിന്നെ ഉണ്ണി എന്തോ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പോവാ. ഈ നാടകമൊക്കെ കളിച്ചു തീർന്നിട്ട് മനസ്സുണ്ടെങ്കിൽ ഇനി എന്നെ കാണാൻ വന്നാ മതി. അല്ല മായ, മായ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈപ്പച്ച മുതലാളി കടലിൽ ഒഴുകി നടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചടാ പരമദ്രോഹി? എടാ, നീ പോയതിനു ശേഷം ആ CI വാശിപ്പറമ്പനും പോലീസ് ഇങ്ങോട്ട് വന്നു കയറി. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനും മോനായും കൂടെ മുതലാളി പൊക്കി താഴെ ഇട്ടു. എന്നിട്ട് എവിടെ മോനായി? അതാ. എന്ത് മണ്ടത്തരമാണ് നീയൊക്കെ കാണിച്ചേ? വാ വന്നേ. എന്റെ മാതാവേ, ഞാൻ എന്തായി കാണുന്നേ? വേഗത പറഞ്ഞത് അങ്ങോട്ട് നീങ്ങണ്ടേ? എടാ പരത്ത നട്ടുള്ളാലേ, നീ എന്നതാ എന്നോട് പറഞ്ഞേ? കൊന്നോ? എന്നിട്ടിപ്പോ ഞാൻ കാണുന്നതോ നിന്നെ ഞാൻ. സക്സസ്, സക്സസ്, ഓപ്പറേഷൻ സക്സസ്. ഈ പച്ചൻ കാലി. കാലിയായോ? ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. കാലിയായ വിവരം ഫോണിലൂടെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ കുറെ നേരമായി ഫോൺ എൻഗേജ് ആയിരിക്കുന്നത്. മേ ഖുഷ് ഹോ ഗയാ, മേ ബഹുത് ഖുഷ് ഹോ ഗയാ. കൂടുതൽ ഹിന്ദി പറഞ്ഞ് നാട്ടി കേട്ടാ. ഈ ജാനേ ദേനയൊക്കെ ഇപ്പൊ കുറേശ്ശെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കായ് പൂവൊക്കെ എടാ, ഈ പച്ചനെ ഞാൻ കണ്ടു. കടലിൽ നീന്തിയിട്ട് അവൻ ആ പിള്ളേരുടെ തോളി കൈയിട്ട് തുള്ളിച്ചാരി നടക്കല്ലേ? നീന്തുമ്പോ എങ്ങനെ നടക്കൂടോ? അതൊക്കെ എനിക്ക് അറിയാവൂടാ. നടക്കുമ്പോ നീന്തില്ലാതെ നീന്തുമ്പോ നടക്കില്ലാന്നും അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടാ നട്ടുള്ളാല്, സത്യം ഇനി എന്നോടെങ്കിലും നീ തുറന്നു പറയേ. ഇഞ്ചക്ഷന്റെ മരുന്ന് മാറി കൂടുതൽ കാലം ജീവിക്കാനുള്ള എന്തെങ്കിലും ആണോ നീ അവന്റെ മൂട്ടിലേക്ക് അടിച്ചു കയറ്റിയത്? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കൊടുത്തതാണ്. ഐ എം എ ഡേഞ്ചറസ് മാൻ. മുൻസിപ്പോരുത്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എടാ, ഞാനും ബോംബെ മേത്താ. ജിയിലല്ല, ദാദറില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരാളെ തട്ടാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ. ഇവന്മാരെ ചേർത്ത് 3 ആ പിള്ളേരെ ചേർത്ത് 6. ഇപ്പൊ നീയും. ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു പ്രാർത്ഥനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പച്ചനെ തട്ടിയില്ലെങ്കിൽ നിങ്ങളെ 3 ഞാൻ തട്ടും. സമച്ചേ. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? നിങ്ങൾ ആരാ ഇവനോട് വരുത്തിയത്? എന്റെ ദൈവമേ, ഞാൻ എന്തേ കാണുന്നത്? ഒരു സത്യം, പാർട്ടിക്കിടയിൽ ഓഫീസ് റൂമിൽ ഞാൻ ഒരു റെഫറൻസിന് പോയപ്പോ ആരാന്നറിയില്ല ഒരുത്തൻ മയക്കുമരുന്നിന്റെ ചന്തിക്ക് കുത്തിവെച്ചു. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു മുതലാളി തട്ടിപ്പോയെന്ന്. അത് വെറും തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഞാൻ മരിച്ചു എന്ന് കരുതി നിങ്ങളൊരു പാവയെ പോലെ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് വരണ്ട. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ മുതലാളി, ഞങ്ങൾ വഴിയാധാരമായി പോവും. ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു കാര്യം മുതലാളി ഓർക്കണം, മരിച്ചു എന്ന് കരുതി ഞങ്ങൾ അങ്ങയെ കുഴിച്ചിട്ടില്ലല്ലോ, കൊക്കയിലോ കായലിലോ കൊണ്ട് തള്ളിയില്ലല്ലോ. മുതലാളിയുടെ ഭൗതിക ശരീരം തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേരരിക്കും എന്ന പോലെ ഞങ്ങൾ സംരക്ഷിച്ചില്ലേ? നന്ദിയുള്ള നായ്ക്കളെ പോലെ ഞങ്ങൾ കാവലിരുന്നില്ലേ? ഈ നല്ല കാര്യത്തിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നത് മുതലാളി വെറുക്കുന്ന ഈ പാവം മോനായ. ഓ നോ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ മോനായി, ഐ ആം സോറി. തെറ്റുപറ്റാത്ത മനുഷ്യരല്ല. എന്തിന് ഈ എനിക്ക് പോലും തെറ്റുപറ്റിയിട്ടില്ലേ? അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ ജീവന്റെ ജീവനായ മുതലാളിയെ ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലേ? എനിക്ക് സന്തോഷായി. ഇനി എന്ത് സഹായത്തിന് വിളിച്ചാലും ഞാൻ വരും. വരട്ടെ? പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഇല്ലിക്കൽ ഈപ്പച്ചന്റെ പുതുജീവിതത്തിന്റെ പിറന്നാൾ നമ്മൾ ഒന്നുകൂടി ആഘോഷിക്കുന്നു, ആഘോഷിക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പോകുന്നു. നോ, നിങ്ങൾ മൂന്നുപേരും പോകരുത്. പ്ലീസ് എൻജോയ് യുവർ സെൽഫ്. കം ഓൺ, cheer up man, please. മുതലാളി ഞങ്ങളോടൊപ്പം വരണം. Oh no 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 no, please. എന്താ 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 എന്തു പറ്റി പറ. ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ട്. അതാണ് കാര്യം. വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമെന്ന് എന്റെ കൊച്ചമ്മടി എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അവൾ എന്നെ തല്ലിയിട്ടുണ്ട്. അതുപോട്ടെ, ഇന്നലെ എല്ലാരും കൂടി ഒടുക്കത്തെ വീശല്ലേ വീശിയത്. ആ വീശ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പ്രശ്നമാകുന്നു. അതൊക്കെ എന്റെ മുതലാളിയെ കണ്ടുപടി. എത്ര എണ്ണം വീശിക്കോട്ടെ, നേരം വെളുത്തോ ആള് ക്ലീൻ. ചെന്ന് നോക്ക്, കടപ്പുറത്ത് കാറ്റും കൊണ്ട് ഇരിപ്പുണ്ട്. വീശണുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പച്ചോ രാവിലെ തുടങ്ങിയോ? ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ. ഹായ്. ബൈ. എന്റെ ദൈവമേ, ഇവന്മാരിത് എന്ത് ഭാവിച്ചാ? ഇനി ഇതൊക്കെ കണ്ടോണ്ട് ആരൊക്കെ വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നീ എങ്ങോട്ടാ ഓടുന്നേ? നാണപ്പാ, കോൻ നാണപ്പാ, കഹാ ഹേ വോ? നിർത്തടാ, നിന്റെ ഒടുക്കത്തെ ഒരു കിണ്ടി. കൊയിലാണ്ടിക്കാരൻ കമ്പോണ്ടർ നാണപ്പനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നട്ടുവരലാക്കിയത് മോക്ഷം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, രൂപ 5 ലക്ഷം കിട്ടുമെന്ന് കരുതിയാ. ഈപ്പച്ച മുതലാളി ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുന്ന് ഞങ്ങൾ ബോംബെയിൽ ഗോൺസൽവാസിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടാ യഥാർത്ഥ നെട്ടോർലാൽ വരാത്തറിയോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എനിക്ക് നെറ്റ്വർലാലാൻ വയ്യാന്ന്, ആളുമാർ കളിക്കാൻ മേലാന്ന്. ഇതൊക്കെ വലിയ പാടാ, കണ്ടില്ലേ? മിണ്ടിപ്പോകരുത്. ഇതെങ്ങനെ തമ്പി സാർ അറിഞ്ഞാ അയാൾ ആദ്യം തട്ടി ഞങ്ങളെ ആയിരിക്കും. അയാൾ പറഞ്ഞത് കേട്ടല്ലോ, അയാൾക്ക് ഭ്രാന്ത് മൂത്ത് വട്ടായിരിക്കാന്ന്. ആ വട്ട് ഞങ്ങൾക്ക് പറഞ്ഞടാ. ഇനിയിപ്പോ ഈപ്പച്ച മുതലാളി ചാകേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാ. കുത്തിവെക്കാൻ മരുന്ന് ഇനി എത്ര എണ്ണം വാങ്ങിച്ചുതരാം. എന്തിനാന്നോ? എങ്ങനെയെങ്കിലും കാര്യം നടക്കണം, ഇല്ലേ നിന്നെ ഞങ്ങൾ തട്ടും. ഞങ്ങളെ മുതലാളി തട്ടും, മുതലാളിയെ ഈപ്പച്ചൻ തട്ടും, ഈപ്പച്ചന് തട്ടേണ്ടവൻ തട്ടും. വാ, ചെന്ന് ഞെക്കിയോ കുത്തിയോ എങ്ങനെയെങ്കിലും കൊല്ല്. കിട്ടുന്ന കാശിന് 3 വന്ന് നിനക്കുള്ളതാ. എന്ത് പോക്കൃതരാണ് ഈ കാണിക്കുന്നത്? എന്താ എടാ, ഇതും വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് ആരെങ്കിലും കണ്ട് മനസ്സിലാക്കിയാൽ തീർന്നില്ല എല്ലാം. തലയ്ക്കകത്ത് തീ പിടിച്ചിരിക്കുമ്പോൾ അവന്റെയൊക്കെ ഒരു കളിയും തമാശ. എടാ, അത് അകത്തിരുന്ന പ്രശ്നം. ആ പാർത്തന്നെയും കൊച്ചമ്മണി കണ്ണിപ്പെടാതെ പുറത്തിറക്കിയ പാട് ഞങ്ങൾക്ക് അറിയൂ. ഇയാള് ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞ കൊന്നവൻ കൊല്ലാനായിട്ട് വീണ്ടും വരും. നീ തന്നെയല്ലേ പറഞ്ഞത്? കൊന്നവൻ ഈ പരിസരത്തിൽ പോരണ്ട. എടാ, ഈപ്പച്ചന്റെ ജീവനുള്ള ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. വേം പോരെ. ഇനി ഇത് വെച്ചുള്ള കളി ഇതോടെ മതി. കെട്ടഴിച്ചു വിടറാ. അയ്യോ, അയ്യോ, എടാ ദേ മായ. അയ്യോ ഉണ്ണി, നീ ചെന്ന് അവൾ എങ്ങനെയെങ്കിലും പറഞ്ഞുവിട്. മുതലാളിയെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചെല്ല്. ഈ മുതലാളിയുടെ കാര്യം എന്തു പറ്റി? ഒരു സ്ഥലത്തും ഇത്ര നേരം ഇരിക്കില്ല. അത് പിന്നെ പണ്ടേ അങ്ങനെയല്ലേ. ധൃതി വെക്കല്ലേ. നമുക്ക് മുകളിലേക്ക് പോയി.
അവിടെ നിക്ക്. അല്ല അമ്മയും കുട്ടും മായം എന്താ രാവിലെ ഇതിലെ? മുതലാളി ഒന്ന് ഇപ്പൊ തന്നെ കാണണം. ഈ ഫയലൊന്ന് ഒപ്പിടിക്കാനാ. അയ്യോ ഇപ്പോഴോ? എന്താ ഇപ്പൊ കണ്ടാല്? ഒന്നുമില്ല. എന്താ ഇപ്പൊ കണ്ടാല്? എന്നായാലും കാണണ്ടതല്ലേ. പക്ഷെ എന്നാലും എന്താ ഇത്ര അർജന്റ്? ആ അല്പം അർജന്റാ. പിണക്കം മാറിയില്ലല്ലോ മായക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾ വീണ്ടും പിടങ്ങിയോ? എന്താ മോളെ ഇങ്ങനെ? അയ്യോ മായ, ഞാൻ പറയട്ടെ, അതെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന ഒട്ടും ശരിയാവില്ല. എന്റെ ദൈവമേ, ഇതേ അവനാ പുരുഷനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഈ ദിവം തന്നെ കുളമാക്കും. ഇതിനകത്ത് അങ്ങനെ വന്ന് കേറിയാ ആകെ കുഴപ്പവും. വാ. എന്നെ പിടിക്കുന്നത്. ഡബിൾ ഡോസാടാ. Again success. ഇവനാരാ ഈ ചോട്ട? അയ്യോ, ഹലോ മായ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സംഭവത്തോടെ മായ ആകെ പിണക്കത്തില്ല. ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനെല്ലാം മായയോട് തുറന്നു പറയാൻ പോവാ. നീ എന്ത് പ്രാന്തായി പറയണത്? അതൊന്നും പറഞ്ഞ് ശരിയാവില്ല. എന്താ ശരിയാവത്ത്? ഉണ്ണി പറഞ്ഞ ശരിയല്ലേ? മായ നമുക്ക് അന്യൊന്നല്ലോ. എല്ലാം തുറന്നു പറയാം. മായ, കേൾക്കുമ്പോ ഞെട്ടരുത്. ഈ പിറന്നാളോടെ ഈ പച്ച മുതലാളി ഒരു തീരുമാനമെടുത്തു. ഞങ്ങള് 3 പേരും ഇനി ഇവിടെ തന്നെ താമസിച്ചാ മതിയെന്ന്. അല്ല മോനായി? അത് ശരി. എന്നാ പിന്നെ ബാക്കി കൂടി പറഞ്ഞോ. നിങ്ങൾ അവിടെ തനിച്ചാക്കിയിട്ട് ഇവിടെ താമസിക്കാൻ ഇവന് മടി. അത് തുറന്നു പറയാൻ അതിലും മടി. അയ്യോ മായ, അതല്ല. നീനൊന്നും പറയണം. എന്റെ മുതലാളി, എനിക്കൊന്ന് കാണണം. അയ്യോ, മുതലാളി പോയി. എങ്ങോട്ട്? താഴത്തേക്ക്. താഴെ കൂടി ഓഫീസിലേക്ക് പോയി. എപ്പോ? ഇപ്പോ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മായ ഇതിലേ വന്നപ്പോ മുതലാളി അതിലേ പോയി. പക്ഷെ സൂപ്രണ്ട് പറഞ്ഞത് ലീവ് വന്നല്ലേ? അതെ, ഞാനാ വിളിച്ചു പറഞ്ഞു. ഞാനാ. അതപ്പോ രാവിലെ മുതലാളി പറഞ്ഞിട്ട്. പിന്നെന്തിനാ മുതലാളി പോയത്? അതെ, അതാ ഞാൻ നോക്കുന്നത്. മുതലാളി ആദ്യം പറയും പോണെന്ന്, പിന്നെ പറയും പോണില്ല എന്ന്. ഈ മുതലാളിയുടെ ഓരോ കാര്യങ്ങള് വെരി ഡിഫറെന്റ് മാൻ. എന്ത് കഷ്ടമായത്. അയ്യോ മായ, ഞാൻ പറയട്ടെ. അത് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വിട്ട്? അവളെ ഓഫീസിലെത്തി എല്ലാം പൊളിയില്ലേ? അതപ്പൊ നോക്കാം. എടാ, പെൺബുദ്ധി പിൻബുദ്ധി എല്ലാം തുറന്നു പറഞ്ഞു ഇപ്പൊ കാണായിരുന്നു. നീ എങ്ങോട്ടേ പോണത്? അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അതിനടുത്ത് അകത്തേക്ക് വെക്കണ്ടേ? നീ അവളെ കൊണ്ട് വരണപ്പോ ഞങ്ങൾ അതിനടുത്ത് പുറത്തേക്ക് ഇട്ടു. അല്ല, നോക്കിക്കാൻ മാന്താ. പോടാ അവിടുന്ന്. നിന്നോടല്ല. പെട്ടെന്ന് പിടി പിടി.